യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതോടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രതീക്ഷകൾക്കാണ് കനം വെച്ചിരിക്കുന്നത്. മരണത്തിന്റെ മുൾമുനയിൽ നിന്ന് നിമിഷപ്രിയ എന്ന പാലക്കാട്ടുകാരിയായ ഒരു സാധാരണ യുവതിക്ക് തിരിച്ചുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് നിമിഷപ്രിയയുടെ മോചനം ഇത്രമേൽ കടുത്തതായത്? അതറിയണമെങ്കിൽ യമൻ എന്ന രാഷ്ട്രത്തെക്കുറിച്ച് വിശദമായി അറിയേണ്ടതുണ്ട്. ലോകത്തെ ഏറ്റവും ഉയർന്ന വധശിക്ഷാ നിരക്കുള്ള രാജ്യമാണ് യമൻ. ലോകമെമ്പാടും വധശിക്ഷാ രീതികൾക്കെതിരെ ജനപ്രതിഷേധം ഉയർന്ന ഒരു ഘട്ടത്തിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള മനുഷ്യാവകാശ സംഘടനകൾ വരെ യമന്റെ വധശിക്ഷാ നടപടി രീതികൾ അവസാനിപ്പിക്കണമെന്നും പുനരാലോചിക്കണം എന്നുമൊക്കെ ആവശ്യപ്പെട്ട് നിരവധി തവണ യമൻ സർക്കാരിന് കത്തുകൾ അയച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും പ്രായോഗിക തലത്തിൽ എത്തിയിട്ടില്ല. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കൂത്തരങ്ങാണ് പലപ്പോഴും യമൻ. ന്യായമായ രീതിയിലുള്ള വിചാരണ നടപടികളിലൂടെ ഒരു ഘട്ടത്തിലും കടന്നു പോകാതെയാണ് പലപ്പോഴും യമനിൽ വധശിക്ഷകൾ നടപ്പിലാക്കുന്നത്. ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭ തന്നെ പ്രമേയം പാസാക്കിയിട്ടുമുണ്ട്. ശരിയത്ത് ക്രിമിനൽ കോടതികൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ജുഡീഷ്യൽ സിസ്റ്റമാണ് ഇവിടുള്ളത്. ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന പ്രതികൾക്ക് ഒന്നിലധികം നിയമ സംവിധാനങ്ങളിലൂടെ കടന്നുപോകാൻ അവസരം കൊടുക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും സുതാര്യവുമല്ല എന്നുള്ളതാണ് വസ്തുത. ക്ഷമ എന്നത് ദൈവത്തിന്റെ വരദാനമാണ് എന്ന ശരീഅത്ത് അനുശാസനങ്ങളിൽ വിശ്വസിച്ച് ദിയാദനം വാങ്ങി ഇരയുടെ കുടുംബക്കാർക്ക് പ്രതിയെ വിട്ടയക്കാം. മനുഷ്യൻ മനുഷ്യനോട് ക്ഷമിക്കുന്നതിന്റെ പ്രസക്തിയും പൊരുളും ചൂണ്ടിക്കാണിക്കാനാണ് ഈ ഒരു സാധ്യത നിയമത്തിൽ തുറന്നു വെച്ചിട്ടുള്ളത്. എന്നാൽ യമനിൽ പലപ്പോഴും ക്ഷമ എന്നൊന്ന് ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് കാത്തിരിക്കുന്നവർക്ക് മുന്നിൽ തടസ്സങ്ങൾ ഏറെയായിരുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിമിഷപ്രിയയുടെ മോചനം. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനും MLA-യുമായ ചാണ്ടി ഉമ്മനും ഇതിനായി പല വഴികൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് യമനിലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ പണ്ഡിത സൗഹൃദങ്ങൾ മനസ്സിലാക്കിയ രാഷ്ട്രീയ നിരീക്ഷകൻ VR അനൂപ് ഇക്കാര്യം ചാണ്ടി ഉമ്മനോട് സൂചിപ്പിക്കുന്നത്. തുടർന്ന് ചാണ്ടി ഉമ്മൻ അഭ്യർത്ഥിച്ചത് പ്രകാരമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയ കേസിൽ ഇടപെടുന്നത്. നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അന്നു മുതൽ തലാലിന്റെ കുടുംബത്തെ ബന്ധപ്പെടാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നിരുന്നു. ഇക്കാലം വരെ അത് സാധ്യമായിരുന്നില്ല. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും മുഖം കൊടുക്കലിനും കുടുംബം തയ്യാറായിരുന്നില്ല. എന്തെന്നാൽ തലാലിന്റെ കൊലപാതകം ആ കുടുംബത്തിൽ മാത്രമല്ല, ദമാർ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലും വലിയ വൈകാരിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കൊലപാതകത്തിന്റെ രീതി, ക്രൂര സ്വഭാവം എന്നിവയെല്ലാം അവരെ ചൊടിപ്പിച്ചു. അതിനാൽ തന്നെ എല്ലാ തരത്തിലുള്ള ദിയാദന ചർച്ചകളും വഴിമുട്ടിയിരിക്കുകയായിരുന്നു. ഇതോടൊപ്പം നിലവിൽ വ്യവസ്ഥാപിതമായ ഒരു ഭരണ സംവിധാനം യമനിൽ പ്രവർത്തിക്കുന്നില്ല എന്നത് യമനിൽ സർക്കാർ തലത്തിലുള്ള നയതന്ത്ര ഇടപെടൽ ഇന്ത്യക്ക് ഏതാണ്ട് അസാധ്യവുമാക്കി. ദക്ഷിണ യമനിൽ ഒരു വിഭാഗവും ഉത്തര യമനിൽ ഹൂതികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലുമാണ് ഭരണം കൈയാളുന്നത്. ഇത് രണ്ടിലും പെടാതെ കിടക്കുന്ന ചില ഗോത്ര വിഭാഗങ്ങളുണ്ട്. മറ്റു രാജ്യങ്ങളിലേതുപോലെ യമനിൽ നയതന്ത്ര ഇടപെടൽ സാധ്യമല്ലെന്ന് അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി സുപ്രീം കോടതിയെ കഴിഞ്ഞ ദിവസം അറിയിച്ചതുമാണ്. ഹൂതികളുടെ നിയന്ത്രണത്തിലായതിനാൽ യമനെ നയതന്ത്ര തലത്തിൽ അംഗീകരിച്ചിട്ടില്ല. അതിനാൽ ഇക്കാര്യത്തിൽ സർക്കാരിന് അധികമൊന്നും ചെയ്യാനാകില്ല എന്ന് കേന്ദ്രം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ അറിയിക്കുകയായിരുന്നു. ഈ സമയത്താണ് കാന്തപുരം മുസ്ലിയാരുടെ ഇടപെടൽ സഹായകമായത്. വിധി നടപ്പാവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് സനായിലെ കോടതി നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത്. നയതന്ത്ര തലത്തിൽ ഇടപെടാൻ പരിമിതിയുള്ള യമനിൽ വ്യക്തിബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയായിരുന്നു കാന്തപുരത്തിന്റെ അനുനയ നീക്കം. ജൂലൈ 16-ന് വധശിക്ഷ നടപ്പാക്കാനായിരുന്നു സനാ ജയിൽ അധികൃതർക്ക് ലഭിച്ച നിർദ്ദേശം. അതുപ്രകാരം ശിക്ഷ നടപ്പാവാൻ ഇനി 24 മണിക്കൂർ തികച്ചില്ല എന്ന ഘട്ടത്തിലാണ് കാന്തപുരം കൊണ്ടുപിടിച്ച അനുരഞ്ജന ശ്രമങ്ങൾ നടത്തിയത്. അറബ് രാഷ്ട്രങ്ങളിൽ എന്ന പോലെ യമനിലും വലിയ സ്വാധീനവും സൗഹൃദങ്ങളുമുണ്ട് കാന്തപുരത്തിന്. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും യമന്റെ ആഗോള മുഖവുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ വഴിയാണ് കാന്തപുരം ഇടപെട്ടത്. യമൻ ഭരണകൂടത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കെൽപ്പുള്ള വ്യക്തിയാണ് അദ്ദേഹം. ദക്ഷിണ യമനിലെ ഹലറമൌത്തിലെ തെരീമിൽ നിന്നുള്ള ലോക പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനാണ് അദ്ദേഹം. തെരീം സയ്യിദുമാരിലെ ഏറ്റവും പ്രധാനി. തെരീമിലെ ദാറുൽ മുസ്തഫ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഉമർ ബിൻ ഹഫീലിൽ നിന്ന് ഇസ്ലാമിക വിജ്ഞാനം നേടുക എന്ന ഉദ്ദേശത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് തെരീമിലെത്തുന്ന ആളുകൾ വരെയുണ്ട്. യമനിലെ പൗരപ്രമുഖരും ഭരണകൂടത്തിലെ ഉന്നതരുമെല്ലാം അദ്ദേഹത്തിന്റെ ക്ലാസുകളും പ്രഭാഷണങ്ങളും കേൾക്കാനായി സ്ഥിരമായി എത്താറുണ്ട്. ഇദ്ദേഹവുമായുള്ള കാന്തപുരത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദം കാരണം
തലാലിന്റെ കുടുംബവുമായും യമൻ ഭരണകൂടവുമായും പിറ്റേന്ന് തന്നെ ബന്ധപ്പെടാൻ കാന്തപുരത്തിന് കഴിഞ്ഞു. ഉടൻ തന്നെ തലാലിന്റെ കുടുംബത്തെ ചർച്ചയുടെ പാതയിലേക്ക് എത്തിച്ചു. ദിയാദനം സ്വീകരിച്ച് മാപ്പു നൽകി നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും മോചനം നൽകുകയും വേണമെന്നാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദ് തലാലിന്റെ കുടുംബത്തോട് അപേക്ഷിച്ചത്. എന്നാൽ തലാലിന്റെ കുടുംബത്തിനകത്ത് ഇക്കാര്യത്തിൽ ശക്തമായ അഭിപ്രായ ഭിന്നതകൾ നിലനിന്നിരുന്നു. ഈ ഭിന്നാഭിപ്രായങ്ങളെ ഏകോപനത്തിൽ എത്തിച്ചത് കാന്തപുരത്തിന്റെ നീക്കങ്ങളാണ്. വധശിക്ഷ മാറ്റിവെച്ചുവെങ്കിലും ദിയാദനം കൊടുത്ത് നിമിഷപ്രിയയെ നാട്ടിൽ എത്തിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. അതേസമയം നിമിഷപ്രിയയെ കാണാൻ സാധിച്ചതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് അമ്മ പ്രേമകുമാരി. 11 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രേമകുമാരി മകളെ കാണുന്നത്. കാണാൻ സാധിക്കുമെന്ന് കരുതിയില്ലെന്നും മകളെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുവെന്നും പ്രേമകുമാരി പറഞ്ഞു. എല്ലാം ശരിയാകുമെന്നും സന്തോഷത്തോടെ ഇരിക്കാനും നിമിഷപ്രിയ പറഞ്ഞുവെന്നും അമ്മ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. മകളെ കാണാൻ എല്ലാ സൗകര്യവും ഒരുക്കിത്തന്ന ജയിൽ അധികൃതർക്ക് പ്രേമകുമാരി നന്ദിയും അറിയിച്ചു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് നിമിഷയുടെ അമ്മ പ്രേമകുമാരിയും ഒപ്പമുള്ള സാമുവേൽ ജെറോമും ഇന്ത്യൻ എംബസി അധികൃതരും ജയിലിലെത്തിയത്. നിമിഷപ്രിയയെ കാണാൻ അമ്മയ്ക്ക് മാത്രമാണ് അനുവാദം നൽകിയത്. ജയിലിൽ ഫോൺ അനുവദിച്ചിരുന്നില്ല. പ്രത്യേക മുറിയിലാണ് അമ്മയ്ക്ക് നിമിഷപ്രിയയെ കാണാൻ ജയിൽ അധികൃതർ സൗകര്യം ഒരുക്കിയത്. 1 മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ജയിൽ അധികൃതർ അനുമതി നൽകിയിരുന്നു. നിമിഷയ്ക്കൊപ്പം പ്രേമകുമാരി ഉച്ചഭക്ഷണവും കഴിച്ചു. യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ 2017 ജൂലൈയിൽ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്നതാണ് കേസ്. പാലക്കാട് തേക്കിഞ്ചിറ സ്വദേശിയാണ് നിമിഷപ്രിയ. തലാലിന്റെ വധവുമായി ബന്ധപ്പെട്ട കേസിൽ പിടിയിലായ നിമിഷപ്രിയയെ വിചാരണയ്ക്ക് ശേഷം 2020 കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഈ തീരുമാനം പിന്നീട് ഹൂദി സുപ്രീം കൗൺസിലും അംഗീകരിക്കുകയായിരുന്നു.